ഉറുമ്പുകളുടെ കൂട്ടിൽ ആരൊക്കെ കാണുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ പോലെ ആയിരിക്കുമോ ഇവരുടെയും? ഒരച്ഛൻ, ഒരമ്മ, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. അവിടെ 4 അംഗങ്ങളാണുള്ളത്. ഉറുമ്പുകളുടെ കൂട്ടിൽ ഒരു റാണി, കുറേ ആണുറുമ്പുകൾ, എണ്ണാൻ പറ്റാത്തത്രയും വിധം വർക്കർ ഉറുമ്പുകൾ, പിന്നെ കുറേ ഉറുമ്പൻ മുട്ടകളുമായിരിക്കും ഉള്ളത്. ഇനി നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. റാണി ഉറുമ്പ്. റാണി മറ്റു ഉറുമ്പുകളേക്കാൾ സൈസിൽ ഒത്തിരി വലുതായിരിക്കും. അവർക്ക് തൊറാക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഒത്തിരി വലുതായിരിക്കും മറ്റു ഉറുമ്പുകളേക്കാൾ. ചിറകോട് കൂടിയും ചിറകില്ലാതെയും ഈ ഉറുമ്പുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരു കൂട്ടിൽ പൊതുവെ ഒരു റാണിയാണ് ഉള്ളതെങ്കിൽ ഇവയെ മോണോഗൈനസ് എന്നും, ഒന്നിൽ കൂടുതൽ റാണികളുള്ള കൂടാണെങ്കിൽ ഇവയെ പോളിഗൈനസ് എന്നും വിളിക്കും. കൂടുതലായും മോണോഗൈനസ് ആയിരിക്കും ഉറുമ്പൻ കൂടുകൾ. റാണികൾ പൊതുവെ കൂടിന് വെളിയിൽ കാണാറില്ല. ഇവയെ നമുക്ക് മേറ്റിംഗ് സമയത്ത് മാത്രമേ കാണാൻ സാധിക്കൂ വെളിയിൽ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആണുറുമ്പുകളെയാണ്. ഇവയെ മെയിൽ ഉറുമ്പുകളെന്നും ഡ്രോൺസ് എന്നും വിളിക്കും. ഇവ എണ്ണത്തിൽ ഒത്തിരി കാണാറുണ്ട്. എന്നാൽ ശരിയായ എണ്ണം ഓരോ ഇനം ഉറുമ്പുകളിലും ഓരോന്നായിരിക്കും. ആണുറുമ്പുകൾ എപ്പോഴും ചിറകോട് കൂടിയായിരിക്കും കാണുക. വർക്കർ ഉറുമ്പുകളേക്കാൾ ചെറുതായി സൈസ് കൂടുതലും എന്നാൽ റാണിയെക്കാട്ടിലും അല്പം വലിപ്പം കുറവുമായിരിക്കും. റാണിയുമായി മേറ്റ് ചെയ്യുക എന്നൊരുദ്ദേശം മാത്രമേ ഈ തരം ഉറുമ്പുകൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവ മേറ്റിംഗ് സീസൺ അടുക്കുമ്പോഴേ കൂടുകളിൽ കാണാറുമുള്ളൂ. മേറ്റിംഗ് നടന്ന ഉടനെ തന്നെ ഇവ ചത്തു വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ കൂടുകളിൽ വേറൊരു പണിയും ചെയ്യാറില്ല. മേറ്റിംഗ് സീസണിലല്ലാതെ ഇവർ കൂടിന് വെളിയിൽ ഇറങ്ങാറുമില്ല. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉറുമ്പിനെ പരിചയപ്പെടാം. അതാണ് നമ്മുടെ വർക്കർ ഉറുമ്പുകൾ. ഇവ പെണ്ണുങ്ങളാണ്. എന്നാൽ മുട്ടയിടാനുള്ള കഴിവ് ഇവർക്കില്ല. എന്നാൽ കൂടെ ഈ കൂട്ടിലെ എല്ലാ ജോലികളും ചെയ്യുക ഇവരായിരിക്കും. ഇവർക്ക് പൊതുവെ ചിറകുകളൊന്നും കാണാറില്ല. പക്ഷേ ഈ കൂട്ടിലേക്കുള്ള ആഹാരം കണ്ടുപിടിക്കുന്നതും കൂട് വൃത്തിയാക്കുന്നതും റാണിയെ പരിചരിക്കുന്നതും റാണിയുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതും കൂടുകൾ ഉണ്ടാക്കുന്നതും എല്ലാം ഈ വർക്കർ ഉറുമ്പുകളായിരിക്കും. ഇവരില്ലെങ്കിൽ ഈ കൂടില്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയും നമ്മുടെ കുഞ്ഞന്മാരെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഉറുമ്പിൻ്റെ മുട്ടകൾ പല സ്റ്റേജുകളിലൂടെ കടന്നുപോയി ആയിരിക്കും വലിയ ഉറുമ്പുകളാവുക. ഇവയെ എഗ്, ലാർവ, പ്യൂപ്പ എന്നിങ്ങനെ 3 ഫേസിലൂടെയാണ് ഉറുമ്പിൻ്റെ മുട്ടകൾ കടന്നുപോയി വലുതായി വരിക. ഉറുമ്പിൻ്റെ മുട്ടകളെ പരിചരിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വർക്കർ ഉറുമ്പുകൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആദ്യം വർക്കർ ഉറുമ്പുകൾ റാണിയെയും മുട്ടകളെയുമായിരിക്കും സംരക്ഷിക്കുക. നിങ്ങളിപ്പോൾ കാണുന്നത് ചോറല്ല കേട്ടോ, ഇത് ഉറുമ്പിൻ്റെ മുട്ടയാണ്. ചോറല്ലെന്ന് കരുതി ഇവ ഭക്ഷണമല്ലെന്നും വിചാരിക്കേണ്ട. കാരണം തായ്ലൻഡിലൊക്കെ ഇതൊരു ഭക്ഷണമായി പലവരും കഴിക്കാറുണ്ട്. അപ്പം നമ്മുടെ കൂട്ടിലെ എല്ലാവരെയും പരിചയപ്പെട്ടല്ലോ. ഇനി ഓരോരുത്തരെയും പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇറക്കുന്നുണ്ട്. എൻ്റെ പേര് മെറിൻ. ഞാൻ ഉറുമ്പുകളിൽ ഗവേഷണം ചെയ്യുകയാണ്. ഉറുമ്പുകളുടെ ലോകത്തെപ്പറ്റി ഇനിയും അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യൂ.